വിശാലമായ പുൽമേടുകളും പൈൻമരങ്ങളുമുള്ള ബൈസറൺ താഴ്വര, ഇൻസ്റ്റഗ്രാം റീലുകളിൽ തരംഗമായി മാറിയ ടുലിയൻ തടാകം, മഞ്ഞ പരവതാനി വിരിച്ച കടുക് പാടങ്ങളും കുങ്കുമപ്പൂക്കൾ നിറഞ്ഞ മലനിരകളുമെല്ലാമായി ലോകമെങ്ങുമുള്ള സഞ്ചാരികളുടെ ഇഷ്ട താഴ്വരയായിരുന്ന പഹൽഗാമിനിപ്പോൾ ചോരയുടെ മണമാണ്. കണ്ണില്ലാത്ത ഭീകരത കവർന്നെടുത്തത് 28ഓളം ജീവനുകളെയാണ്, അനേകം കുടുംബങ്ങളെയാണ്, അതിലുപരി ഒരു രാജ്യത്തിന്റെ സ്വസ്ഥിയെയാണ്. കൊച്ചിയിൽ ജോലി ചെയ്തിരുന്ന ഹരിയാനക്കാരനായ നേവി ഉദ്യോഗസ്ഥൻ വിനയ് നർവാളിന് 26 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നാട്ടുകാരിയായ ഹിമാൻഷിയുമായുള്ള വിവാഹം. ഇനിയും ജീവിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർ മധുവിധുവിന് വേണ്ടിയാണ് പഹൽഗാമിലേക്ക് പോയത്. വെടിയേറ്റ് ചലനമറ്റ് നിലത്ത് കിടക്കുന്ന വിനയ് നർവാളിനടുത്ത് മനസ്സ് മരവിച്ചിരിക്കുന്ന ഹിമാൻഷിയുടെ ചിത്രം മനസ്സാക്ഷിയുള്ള മനുഷ്യർക്ക് കണ്ടു നിൽക്കാനാവില്ല. മകളുടെ കൺമുന്നിൽ വെച്ചാണ് മലയാളിയായ രാമചന്ദ്രന്റെ ജീവൻ ഭീകരർ കവർന്നത്. അപരിചിതമായ ഒരാൾക്കൂട്ടത്തിലേക്ക് ഇരച്ചു കയറി പേരു ചോദിച്ച് മതം തിരഞ്ഞ് ജീവനുള്ള നിസ്സഹായ ശരീരങ്ങളിലേക്ക് വെടിയുണ്ട പായിക്കാൻ മനുഷ്യ മസ്തിഷ്കങ്ങളെ തോന്നിപ്പിക്കുന്ന ചിന്തയുടെ പേരാണ് ഭീകരത. ആ പ്രവൃത്തിയുടെ പേരാണ് തീവ്രവാദം. മനുഷ്യരെ കൊന്നും തമ്മിലടിപ്പിച്ചും ഭിന്നിപ്പിച്ചും വെറുപ്പും ഭീകരതയും തീവ്രവാദവും വളർത്തുന്ന എല്ലാ ആശയങ്ങൾക്കും യുദ്ധക്കൊതിക്കുമെതിരെ മാനവികതയുടെ പക്ഷത്ത് നിൽക്കുക എന്നത് മാത്രമാണ് പോംവഴി.